വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട മഹല്ല് നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. വളരെ അർത്ഥവത്തായ പ്രഭാഷണങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയത്. നിലവിൽ ലീഗൽ ഫോറത്തിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ഓരോ മഹല്ലുകളുടെ പ്രതിനിധികളെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന തെക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഭാരവാഹികളാണ് വന്നിരിക്കുന്നത്. ഇന്ന് നേരത്തെ ബഹുമാന്യനായ MP ഉൾപ്പെടെ, ലക്ഷദ്വീപ് MP ഉൾപ്പെടെ, സീനിയർ അഭിഭാഷകർ ഉൾപ്പെടെ പറഞ്ഞത് ഓരോ മഹല്ലിനും ഇന്ന് നിയമോപദേശത്തിൻ്റെ അത്യന്താപേക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ ലീഗൽ ഫോറത്തിൻ്റെ സഹായം ഓരോ മഹല്ലുകളിലും ഇൻഷാ അല്ലാഹ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആ സേവനങ്ങൾ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും മഹല്ല് തലത്തിലും ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാന്യനായ കരീം സാർ പറഞ്ഞ ഇസ്ലാമികമായ സ്ത്രീകൾക്കുള്ള വിവാഹമോചനത്തിൻ്റെ അവകാശം, അതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് നിലവിലുള്ളത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്ത്രീകൾക്ക് കുൽക്കു ചെയ്യുന്നതിനുള്ള അനുമതി, ഭർത്താവിനെ വിവാഹമോചനം ചെയ്യുന്നതിനുള്ള അനുമതി, ആ അനുമതി കൊടുത്തിരിക്കുന്നത് ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഭാര്യയ്ക്ക് വിവാഹമോചനം ചെയ്യാമെന്നുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത്, വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ്, അനുവാദത്തോടുകൂടി മാത്രമാണ് ഖുൽഉ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലവിൽ അപ്പീൽ നിൽക്കുകയാണ്. ആ അപ്പീലിൽ ഇത് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തും. ആ അപ്പീലിൽ കക്ഷി ചേരുവാനുള്ള തീരുമാനമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ ഖുൽഉ വരുമ്പോൾ നാം ഏത് രീതിയിൽ ഖുൽഉ ചെയ്യണം, കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ പുറപ്പെടുവിച്ച വിധി, അതോടൊപ്പം അതിനുപരി ഇസ്ലാമിക ശരീഅത്ത് എന്താണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്, ആ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആഹ്വാനങ്ങൾ അനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു തലമുറയ്ക്ക് രൂപം നൽകേണ്ട നാം ആ തലമുറകൾക്ക് അനാശാസ്യമായ രീതിയിൽ, അവിഹിതമായ രീതിയിൽ ഒരു സന്താന പരമ്പരകൾ ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടി മഹല്ല് കമ്മിറ്റികളുടെ മുന്നിൽ വരുന്ന വിവാഹ അപേക്ഷകളെക്കാൾ കൂടുതൽ വിവാഹമോചന കേസുകളാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ കൈകാര്യം ചെയ്യുന്നത്. ആ അവസരത്തിൽ പണ്ഡിതന്മാരുടെയും അതോടൊപ്പം ഇസ്ലാമികമായ അവബോധമുള്ള അഭിഭാഷകരുടെയും നിയമോപദേശം തേടിക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ നാം ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്ന മഹല്ല് ജമാഅത്തുകൾ നാം അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വല്ലാത്ത കുറ്റത്തിന്, ഒരു തലമുറയ്ക്ക് ഹറാമായ രീതിയിൽ ഒരു തലമുറയ്ക്ക് സംഭാവന നൽകിയാൽ അതിന് നാം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് അറുതി വരുത്തുന്നതിലേക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലും കീഴിലുമുള്ള കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഒരു ലോയേഴ്സ് ഫോറത്തിൽ രൂപം നൽകിയിരിക്കുന്നത്. ആ ലോയേഴ്സ് ഫോറം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും താലൂക്ക് തലത്തിലും മഹല്ലുകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ നേതൃസമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരും പിരിഞ്ഞു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ് നടക്കുന്നത്. അതിൽ പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.